അപ്പൻ എന്താ ഇവിടെ കാര്യം? ഒട്ടും മയമില്ലാത്ത ജോയലിന്റെ ചോദ്യം കേട്ട് ജോൺ കുറച്ചുനേരം എന്ത് പറയണം എന്നറിയാതെ പതറി നിന്നു. നിന്റെ ഭാര്യയും ഏട്ടനുമല്ലേ? ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ, അയാളുടെ പതർച്ച മറച്ചുവെച്ച് ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ജോയൽ അതിന് മറുപടി പറഞ്ഞില്ല. ജോണിന്റെ കയ്യിൽ മുറുകിയിരിക്കുന്ന കൃഷ്ണയുടെ കൈകളിലേക്ക് അവന്റെ കണ്ണുകൾ നീണ്ടു. അവന്റെ നോട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായതും ഒരു പിടച്ചിലോടെ കൃഷ്ണ ജോണിൽ നിന്ന് കൈ പിൻവലിച്ചു. ജോയലിന്റെ കണ്ണുകളിൽ പുച്ഛം നിറഞ്ഞു. നുണ. ജോണിന്റെ കണ്ണുകളിലേക്ക് നോക്കി ജോയൽ പറഞ്ഞു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ജോണിന് മനസ്സിലായി. അപ്പനും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ ഈ ചതി? ജോയലിന്റെ കണ്ണുകൾ വേദന നിറഞ്ഞു. കാശി കണ്ണുകൾ മുറുകെ അടച്ചു കളഞ്ഞു. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. ജോൺ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പറയ്, ഇവളുമായി അപ്പൻ എന്താ ബന്ധം? അപ്പൻ എന്തിനിവിടെ വന്നു? നുണ പറയാമെന്ന് കരുതണ്ട. ഞാൻ അപ്പനെയും ഇവളെയും ഒരുമിച്ച് കണ്ടത് ഇവിടെ വെച്ചല്ല. ജോയലിന്റെ ശബ്ദം കടുത്തു. അതറിഞ്ഞതുപോലെ ജോൺ പറഞ്ഞു തുടങ്ങി. നീ പറഞ്ഞത് ശരിയാ. ഞാനും കൂടി ചേർന്നാ ചതിച്ചത്. നിന്നെ മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവൻ. ദാ ഇവരുടെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയാ എല്ലാം ചെയ്തത്. ജോൺ ഒട്ടും പതറാതെ തന്നെ പറഞ്ഞു. ജോൺ പറയുന്നത് മനസ്സിലാകാതെ ജോയലിന്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. അത് മനസ്സിലായതുപോലെ ജോൺ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ജോയൽ തളർച്ചയോടെ ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുന്നു. അവന്റെ കണ്ണുകൾ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന കാശിയിൽ തറഞ്ഞു നിന്നു. മാപ്പ് ഇരയ്ക്കുമ്പോൾ ഒരു ഭാവമായി ഉണ്ടായിരുന്നു ജോയലിന്റെ കണ്ണുകളിൽ. തെറ്റ് ചെയ്തത് താനാണ്. ചോദിച്ചില്ല. അച്ഛനെയും അമ്മയെയും വീടും കുടുംബവും ഒന്നും സ്നേഹിക്കുക മാത്രം ചെയ്തു. സ്വന്തമാക്കി ആരുടെയും അനുവാദം പോലും ചോദിക്കാതെ. എന്തിന്? മിന്നു കെട്ടിയ പെണ്ണിന്റെ അനുവാദം ചോദിച്ചിരുന്നു താൻ? ഓർക്കുന്നുകൂടിയില്ല. താൻ പറയുന്നതും ചെയ്യുന്നതും അനുസരിച്ചിട്ടേ ഉള്ളൂ അവളും ഇന്നോളം. ചോദ്യമില്ല, അഭിപ്രായമില്ല. താൻ എന്തു പറയുന്നു അത് ചെയ്യും. അവന്റെ കണ്ണുകൾ കൃഷ്ണയിലെത്തി. മറ്റെങ്ങോ നോക്കി നിർവികാരമായി നിൽക്കുകയാണ്. അവളെ നോക്കാൻ കൂടിയുള്ള അർഹത ഉണ്ടോ തനിക്ക്? ഇല്ല. അവളല്ല തന്നോട് തെറ്റ് ചെയ്തത്. താനാണ് തെറ്റ് ചെയ്തത്. അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ലായിരുന്നു. അവളുടെ സൗഹൃദത്തെ മുതലെടുക്കരുതായിരുന്നു. പലതും പറഞ്ഞു കാണിച്ച് കൊതിപ്പിച്ചത് താനാണ്. എതിർത്തിട്ടും തന്റെ പ്രണയത്തിലേക്ക് അവളെ ചേർത്ത് വെച്ചു. തെറ്റു പറ്റിപ്പോയി. തിരുത്താൻ ഒരവസരം അവൾ ഇനി തരുമോ തനിക്ക്? ജോയലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ജോണിനടുത്തേക്ക് ചെന്ന് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അറിയില്ലായിരുന്നു അപ്പോ? ഞാനൊന്നും അറിഞ്ഞില്ല. പറയാമായിരുന്നില്ല എന്നോട് ഇങ്ങനൊരു ബന്ധം നിങ്ങൾ തമ്മിൽ? ജോയലിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവന്റെ തൊണ്ട വല്ലാതെ ഇടറി. ചന്ദ്രചൂഡനെ നിനക്കറിയില്ലേ? ജോൺ അവന്റെ മുഖത്തേക്ക് നോക്കി തന്നെ ചോദിച്ചു. അറിയാം, പക്ഷേ മാണിക്യശ്ശേരിയിലെ ആണെന്ന് അറിയില്ലായിരുന്നു. അവിടുത്തെ മുത്തശ്ശനെ മാത്രമേ എനിക്കറിയൂ. ജോയൽ തല താഴ്ത്തി. നീ വീട്ടിലേക്ക് ചെല്ല്. ആപ്പച്ചൻ നിന്നെ കാണാതെ വിഷമിക്കുന്നുണ്ട്. പോകുമ്പോൾ ജോബിനെയും ജിബിനെയും കൂടെ കൂട്ടണം. ഞാൻ പറയാതെ ഇനി മുന്നോട്ട് ഒരു നീക്കം വേണ്ട. ആരും ഒന്നും അറിയരുത്, നിന്റെ ഇച്ഛായം പോലും. മനസ്സിലായോ നിനക്ക്? ജോണിലെ ഗൗരവക്കാരൻ പുറത്തു വന്നു. മനസ്സിലായി. അവൻ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയനക്കി. ഒരു പുതപ്പിനുള്ളിൽ റയാന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് അവൾ. അവന്റെ വലം കൈ പുതപ്പിനുള്ളിലൂടെ അവളുടെ നഗ്നമായ പുറമേനിയിൽ തലോടുന്നുണ്ട്. അവന്റെ വിരലിന്റെ ചലനത്തിനനുസരിച്ച് അവളുടെ നിശ്വാസങ്ങൾ ഉയർന്നു. ലിയ, ആർദ്രമായി വിളിച്ചുകൊണ്ട് അവൻ കൈകൾ അവളുടെ നഗ്നമേനിലേക്ക് അമർത്തി. അവൾ പിടഞ്ഞുകൊണ്ട് ഒന്നു മൂളി. പോകേണ്ടേ നിനക്ക്? സമയം എത്രയായി എന്ന് ഓർമ്മയില്ലേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഉണ്ടറിയാൻ, പക്ഷേ പോകാൻ തോന്നുന്നില്ല. അവിടേക്ക് പോയിട്ട് എന്തിനാ? അവിടെയുള്ള ആർക്കും എന്നെ കണ്ണിന് പിടിക്കില്ല, പ്രത്യേകിച്ച് ആ ജെസ്സി. ജെസ്സിയുടെ പേര് പറഞ്ഞപ്പോൾ ലിയോയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവളെ എന്തിനാ നീ പേടിക്കുന്നത്? അവളെ പോലെ പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? റയാൻ പുച്ഛത്തോടെ ചോദിച്ചു. നീ അവളെ അങ്ങനെ ചെറുതായി കാണണ്ട റയാൻ. അവൾക്ക് നമ്മൾ തമ്മിലുള്ള റിലേഷനെ പറ്റി എന്തൊക്കെയോ അറിയാം. ഒന്നും കാണാതെ അവൾ എന്നോട് അങ്ങനെ സംസാരിക്കില്ല. അവളെ പേടിച്ചേ മതിയാവൂ. ശരി, അവളിപ്പോൾ അറിഞ്ഞാൽ തന്നെ എന്താ? കൃഷ്ണയുടെ കൂട്ടത്തിൽ അവളെ അങ്ങ് കൂടി തീർത്തേക്കാം, റയാൻ ഭക്ഷണം ചിരിയോടെ പറഞ്ഞു. കൃഷ്ണ, ആ പേര് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല റയാൻ. എൻ്റെ ജോയിച്ചായനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തത് അവളാ. എൻ്റെ ജോയിച്ചായനെ എനിക്ക് വേണം. കുരിശിങ്കൽ ജോയൽ ജോണിന്റെ ഭാര്യ പദവി അതെനിക്ക് വേണം. ഇപ്പോൾ അതെന്റെ വാശിയാ. ജോയലിനെ നിനക്കെന്തിനാ? കിട്ടിയാൽ തന്നെ നിന്നെ അവന് സ്നേഹിക്കാൻ കഴിയുമോ? റയാൻ ഇഷ്ടക്കേടോടെ ചോദിച്ചു. അതിന് അവന്റെ സ്നേഹം ആർക്ക് വേണം? എനിക്ക് വേണ്ടത് കുരിശിങ്കൽ തറവാടാണ്. അവന്റെ ഭാര്യയായി അവിടെ കയറിയാലേ എനിക്ക് എൻ്റെ ലക്ഷ്യം സ്വന്തമാക്കാൻ പറ്റൂ, ലിയ പുച്ഛത്തോടെ പറഞ്ഞു. അപ്പന്റെ മോള് തന്നെ. അയാൾ കുറെ നോക്കിയതല്ലേ, പറ്റില്ലെന്നായപ്പോൾ നിന്നെ കളത്തിലിറക്കി. കൊള്ളാം, റയാൻ പരിഹാസത്തോടെ പറഞ്ഞു. നിനക്കെന്താ റയാൻ? ഞാൻ ജോയലിനെ നേടുന്ന കാര്യം പറയുമ്പോൾ മാത്രം നിനക്കെന്താ ഇത്ര ഇഷ്ടക്കേട്? ലിയ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുതപ്പ് മാറോട് ചേർത്തുകൊണ്ട് റയാനോട് ദേഷ്യത്തിൽ ചോദിച്ചു. നത്തിങ്. അത്രമാത്രം പറഞ്ഞ് അവനും എഴുന്നേറ്റ് ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു. നീ ആ കൃഷ്ണ എന്ന ശല്യം ഇല്ലാതാക്കാൻ വല്ല വഴിയുമുണ്ടെങ്കിൽ ആലോചിക്കും.
അവൾ ഒരാൾ കാരണമാണ് എനിക്ക് ജോയിച്ചനുമായി അടുക്കാൻ കഴിയാത്തത്. ആ തടസ്സം ഇനി വേണ്ട, ലിയ കലിയോടെ പറഞ്ഞു. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, റയാൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് വഴി? ലിയ ആകാംക്ഷയോടെ അവനെ നോക്കി. ജോബിൻ ജോൺ കുരിശിങ്കൽ. ജോൺ പറഞ്ഞതനുസരിച്ച് ജോബിനെയും ജിബിനെയും കൂട്ടി ജോയൽ കുരിശിങ്കലേക്ക് പോയി. അവർ കയറി ചെല്ലുമ്പോൾ ഉമ്മറത്തെ ചാരി കസേരയിൽ തന്നെ ഉണ്ടായിരുന്നു സേവിച്ചൻ. അയാളെ അവിടെ കണ്ടപ്പോൾ അവരൊന്ന് നിന്നു. എവിടെയായിരുന്നു മൂന്നും? അയാൾ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ ഗൗരവത്തോടെ ചോദിച്ചു. ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു വല്യപ്പച്ച, ജോയൽ തന്നെ മറുപടി കൊടുത്തു. അകത്തേക്ക് ചെല്ല്, വല്യമ്മച്ചി അന്വേഷിച്ചിരുന്നു നിങ്ങളെ, വന്നത് പിന്നെ കണ്ടില്ലല്ലോ, അയാൾ അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. പിന്നെ ജോബിച്ച, നാളെ നീ പള്ളിയിൽ പോയി അച്ഛനെ ഒന്ന് കാണണം. ജോയിച്ചിന്റെ ലിയയുടെ മനസ്സമ്മതത്തിന്റെ നേരെ നോക്കാനാ, അയാൾ ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞു. അകത്തേക്ക് കയറാൻ നിന്ന ജോയൽ സേവിച്ചന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി. അവൻ അതേ ഞെട്ടലോടെ അയാളെ തിരിഞ്ഞു നോക്കി. സേവിച്ചൻ അത് കണ്ടതായി ഭാവിച്ചില്ല. അയാൾ ജോബിനെ തന്നെ നോക്കിയിരുന്നു. ജോബിൻ തിരിഞ്ഞ് ജോയലിനെ നോക്കി. അവന്റെ കണ്ണുകൾ സേവിച്ചനിലാണ്. ജോബിച്ചൻ, ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? സേവിച്ചന്റെ ചോദ്യം വന്നതും ജോബിൻ ജോയലിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അയാളെ നോക്കി. പോവാം, അത്രമാത്രം പറഞ്ഞ് ജോബിൻ അകത്തേക്ക് കയറി. പിറകെ ജിബിനും. അല്പനേരം കൂടി സേവിച്ചനെ നോക്കി നിന്നിട്ട് ജോയലും തിരിഞ്ഞു നടന്നു. അവന്റെ പോക്ക് നോക്കിയിരുന്ന സേവിച്ചന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവന് വാ തുറന്ന് എന്നതിലും പറഞ്ഞാൽ എന്താ, മുത്തുപൊഴിയോ? ഈ കല്യാണം വേണ്ടെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇവൻ എൻ്റെ കൊച്ചുമോൻ തന്നെയാണോ? എൻ്റെ പിൻഗാമിയാകുമെന്ന് ഞാൻ കരുതിയ ചെക്കന ഇപ്പോൾ പൂച്ചയെപ്പോലെ പതുങ്ങി നടക്കുന്നത്. തന്തയുടെ മോൻ തന്നെ. മനസ്സിലുള്ളത് പുറത്തേക്ക് വരണമെങ്കിൽ കോലിട്ട് കുത്തണം. ഇവൻ വാ തുറന്നിട്ട് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെസ്സി ഒന്ന് ഇളക്കി വിട്ടാൽ ചിലപ്പോൾ ഞാൻ കരുതുന്ന പോലെ എന്തേലുമൊക്കെ നടന്നേക്കും. അവിടെ പോയി ഒന്ന് ചൊറിഞ്ഞു നോക്കാം. അവൾക്കുള്ള ധൈര്യം പോലും ഇവിടെയുള്ള വേറെ ഒന്നിനുമില്ല. അതും പറഞ്ഞ് പെറുപുറത്തുകൊണ്ട് സേവിച്ചൻ അകത്തേക്ക് പോയി. ജോൺ രാത്രി വൈകിയാണ് വീട്ടിൽ വന്നത്. അയാൾ വന്നപ്പോൾ ഹാളിൽ ഷേർലി മാത്രമേ ഉള്ളൂ. അയാളും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് കയറി വന്നത്. എല്ലാവരും കിടന്നോടി? അയാൾ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ചോദിച്ചു. ആ, ഇപ്പോൾ പോയതേ ഉള്ളൂ ഇച്ചായ. റോസി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടതാ. അവരും അതേ ചിരിയോടെ പറഞ്ഞു. പിള്ളേര് വന്നോ? വന്നു വന്നു. വന്ന പാടെ ഒരുത്തൻ റൂമിൽ കയറി കതകടച്ചതാ. അമ്മച്ചി കാണണമെന്ന് പറഞ്ഞിട്ട് പോലും താഴേക്ക് വന്നിട്ടില്ല. ഷേർലി ജോണിന് കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു. അതെന്നതാ, അവൻ സമരത്തിലാണോ? ജോൺ കളിയോടെ ചോദിച്ചുകൊണ്ട് ചെയർ വലിച്ചിട്ട് അതിലേക്കിരുന്നു. ആ, ആയിരിക്കും. മനസമ്മതത്തിലുള്ള കാര്യം സംസാരിക്കാൻ അച്ഛനെ പോയി കാണാൻ അപ്പച്ചൻ ജോബിച്ചനോട് പറഞ്ഞെന്ന്. അതിനാണ് പുന്നാര മോൻ റൂമിൽ കയറി കതകടച്ചിരിക്കുന്നത്. അതിനെ ചൊല്ലി നിങ്ങളുടെ സ്നേഹനിധിയായ പെങ്ങൾ ഇവിടെ കുത്തും കോളും വെച്ച് ഓരോ സംസാരവും പറഞ്ഞുകൊണ്ട് ഷേർലി ചുണ്ടുപൊട്ടി. ഓ, അപ്പോൾ അതാണ് കാര്യം. ആ, അത് തന്നെയാ കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? സ്വന്തം മോനല്ലേ, അവനോടൊന്ന് സംസാരിച്ച് കിച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം സമ്മതിപ്പിച്ചൂടെ? അപ്പച്ചനോട് നിങ്ങളോ ഞാനോ സംസാരിക്കാം എന്ന് പറ. അതിന് ഞാൻ എന്തിനാ അവൻ്റെ അനുവാദം ചോദിച്ചറിയുന്നത്? ഞാൻ നാളെ കിച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ആരെതിർത്താലും അവളെ ഇവിടെ തന്നെ താമസിപ്പിക്കുകയും ചെയ്യും, ജോൺ ഉറപ്പോടെ പറഞ്ഞു. ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് ജോൺ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ചെയറിൽ ഇരിക്കുകയായിരുന്നു ഷേർലി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നതാ പറഞ്ഞേ? അവർ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. നിന്റെ ചെവിയും തകരാറിലായോ? ഞാൻ നാളെ മാണിക്കശ്ശേരി മനയിലെ കൊച്ചു തമ്പുരാട്ടി കൃഷ്ണപല്ലവിയെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്ന്, എൻ്റെ മകൻ്റെ പെണ്ണായിട്ട്. ഇപ്പോൾ കേട്ടോ നീ? കേട്ടു, നല്ല വ്യക്തമായിട്ട് കേട്ടു. അതും പറഞ്ഞ് അവർ ഒരു ഓട്ടമായിരുന്നു. അത് കണ്ട് ജോണിൻ്റെ കണ്ണു തള്ളി. താൻ എങ്ങോട്ടായി ഓടുന്നേ? റോസിയോട് പറയാൻ. അതും പറഞ്ഞ് അവർ പിന്നെയും വേഗത്തിൽ മുന്നോട്ട് പോയി. റോസിയെ ജോസഫ് കെട്ടിക്കൊണ്ടു വന്ന കാലം തൊട്ടുള്ളതാണ്. എന്തറിഞ്ഞാലും അവളോട് പറയാനുള്ള ഈ ഓട്ടം. ഒരു മുട്ടായി കിട്ടിയാൽ പോലും അവൾക്ക് കൊടുക്കാതെ കഴിക്കില്ല. അമ്മച്ചി എപ്പോഴും പറയാറുണ്ട് പൊന്നു പോലത്തെ 2 മരുമക്കളെ കർത്താവ് കൊടുത്തതെന്ന്. 100% അത് ശരിയാക്കും വിധമാ അവരുടെ സ്നേഹവും. മക്കളിലും ആ വേർതിരിവില്ല. എൻ്റെ മക്കൾ എന്നെ രണ്ടാളും പറയൂ. അയാൾ ഓർത്ത് ചിരിച്ചുപോയി. ഇവളുടെ ഓട്ടം കണ്ടാൽ തോന്നും ഞാൻ എന്തോ വലിയ കാര്യമാണ് പറഞ്ഞതെന്ന്. നാളെ ഇവിടെ നടക്കാൻ പോകുന്ന പുകില് എനിക്കല്ലേ അറിയൂ എൻ്റെ കർത്താവേ. അയാൾ മുകളിലേക്ക് നോക്കി കൈമലർത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ ജോൺ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇന്ന് തന്നെയാണ് കാശിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. കാശിയുടെ നിർബന്ധപ്രകാരം ഇന്ന് തന്നെ ഡിസ്ചാർജ് കൊടുക്കാമെന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞു. ജോൺ റൂമിലേക്ക് കയറുമ്പോൾ കൃഷ്ണ ബൈസ്റ്റാൻഡർ ബെഡിൽ കിടന്ന് നല്ല ഉറക്കമാണ്. കാശി ബെഡിൽ എഴുന്നേറ്റിരിപ്പുണ്ട്. ആഹാ, രോഗി എഴുന്നേറ്റിരിക്കുന്നു, രോഗിക്ക് കൂട്ടിരുന്നവൾ ഉറങ്ങുന്നു. ഇത് കൊള്ളാലോ. അതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ട് ജോൺ കാശിക്കരിയിലേക്ക് ചെന്ന് നിന്നു. ഒന്ന് പോ അങ്കിൾ. അവൾ ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്. രാത്രി മുഴുവൻ എന്തോ ആലോചിച്ച് ഒരു ഇരിപ്പായിരുന്നു. പാവം, ഒത്തിരി വിഷമിക്കുന്നുണ്ട്.
ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. എല്ലാം കൂടി എൻ്റെ കുട്ടി എങ്ങനെ ഉള്ളിൽ ഒതുക്കുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയത്ത് അവൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവന്റെ അകൽച്ചയും ഒറ്റപ്പെടലും മാത്രം. ഉള്ളിൽ നിന്ന് ഒരു നൊമ്പരം തൊണ്ടയിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി കാശിക്ക്. ഒന്നുമില്ല മോനെ, ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കും ഞാൻ. ഇവളിനി ഒറ്റപ്പെടില്ല. ഒരു കുടുംബം മുഴുവൻ ഉണ്ടാവും ഇവൾക്ക് കൂട്ടിന്, ജോൺ ഉറപ്പോടെ പറഞ്ഞു. അതൊക്കെ നടക്കൂ അങ്കിൾ. അവിടെ ആരാ ഉള്ളത് ഇവളെ സ്നേഹിക്കാൻ? അങ്കിളും ആൻറ്റിയും അല്ലാതെ, കാശി നിരാശയോടെ പറഞ്ഞു. ആരാ പറഞ്ഞത് ഞങ്ങൾ മാത്രമാണെന്ന്? ജോസഫും റോസിയും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ എൻ്റെ അപ്പനും അമ്മയും അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവർ ഒന്നുമല്ല. മാണിക്കശ്ശേരിയും ശത്രുതയും ഒക്കെ അവിടെ എത്തുമ്പോൾ അങ്ങ് മാറിക്കോളും. അല്ലെങ്കിൽ ഇവൾ മാറ്റിയെടുത്തോളും. അതോർത്ത് നീ പേടിക്കണ്ട. പിന്നെ ജെസ്സി അവിടെ ഉള്ളപ്പോൾ ഇവളെ ഒരാളും തൊടില്ല, അതെനിക്ക് ഉറപ്പാ. അവിടെ ഇപ്പോൾ ഇവളെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ജോബിനും പിന്നെ എൻ്റെ പെങ്ങൾക്കും അളിയനും അവരുടെ മോൾക്കും മാത്രമായിരിക്കും. ജോബിനെ സൂക്ഷിച്ചേ പറ്റൂ. ബാക്കിയുള്ളതൊക്കെ ഓലപ്പാമ്പുകളാ. അതിനെ ഒന്നും പേടിക്കണ്ട. എന്നെ അങ്ങോട്ട് കൂട്ടാൻ തന്നെ തീരുമാനിച്ചോ ജോപ്പാ? ബെഡിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് കൃഷ്ണ ചോദിച്ചു. ആഹാ, എഴുന്നേറ്റോ നീ? കുറച്ചു നേരം കൂടി കിടക്കായിരുന്നില്ലേ നിനക്ക്? കാശി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. വേണ്ടേട്ടാ, ഉറക്കമൊന്നും വരുന്നില്ല. എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ വേണം. ക്യാനീനിൽ പോയി വല്ലതും വാങ്ങിയിട്ട് വരാം ഞാൻ. അതും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എവിടേക്കും പോണ്ട. കഴിക്കാനുള്ളതൊക്കെ ഷെർലി തന്നു വിട്ടിട്ടുണ്ട്. കയ്യിലുള്ള കവർ കൃഷ്ണയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോൺ പറഞ്ഞു. ആഹാ, എന്താ ജോപ്പ മമ്മി എനിക്ക് വേണ്ടി തന്നു വിട്ടത്? കൃഷ്ണയുടെ കണ്ണുകൾ വിടർത്തി ചോദിച്ചുകൊണ്ട് ജോണിന്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങി. നീ തന്നെ നോക്ക്. കൃഷ്ണ വേഗം പൊതി തുറന്നു നോക്കി. നല്ല ചൂടുള്ള പാലപ്പവും ചിക്കൻ സ്റ്റൂവും. അവൾ അതിൻ്റെ മണം നാസികയിലേക്ക് വലിച്ചു കയറ്റി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ്. ജോപ്പൻ മനയിൽ വരുമ്പോഴെല്ലാം തനിക്ക് വേണ്ടി മമ്മി കൊടുത്തയക്കാറുമുണ്ട്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്തൊക്കെയോ കഴിക്കാൻ ഒത്തിരി കൊതി തോന്നിയിരുന്നു. അതിലേറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇത് തന്നെയായിരുന്നു. എന്താ മോളെ, എന്തിനാ നിന്റെ കണ്ണ് നിറഞ്ഞത്? ജോൺ അവളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ജോപ്പ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഞാനിത് കഴിക്കട്ടെ? അവൾ വേഗം ബെഡിലേക്കിരുന്ന് പൊതി മടിയിലേക്ക് വെച്ചുകൊണ്ട് അതിൽ നിന്ന് അപ്പം പൊട്ടിച്ചെടുത്ത് വായിലേക്ക് വെച്ച് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് ജോണും കാശിയും ചിരിച്ചു. കാശി, നീ ശരിക്കും ഭേദമായിട്ട് തന്നെയാണോ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞത്? ജോൺ ആകുലതയോടെ ചോദിച്ചു. എൻ്റെ പൊന്നങ്കിളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ മുറിവൊന്നുമല്ല. നിങ്ങളുടെ മോൻ്റെ കത്തി ഒന്ന് കൊണ്ടെന്ന് കരുതി ഞാൻ ചാകാനൊന്നും പോണില്ല. കാശി ചുണ്ടുപൊട്ടി. അധികം പുച്ഛിക്കണ്ട. മുന്നേ നീ ആയതുകൊണ്ട് മാത്രമാണ് ജോബിന് പിഴച്ചത്. അല്ലാതെ അവൻ്റെ കത്തിക്ക് ഒരിക്കലും ആഴം അളക്കുന്നതിൽ പിഴക്കില്ല. അറിയാം അങ്കിൾ. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആരായാലും വെറുതെ വിടില്ല ഞാൻ. ജോബിൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അങ്കിൾ. ആരുടെയോ താളത്തിനൊത്ത് തുള്ളുകയാണ് അവനിപ്പോൾ. അത് മാറ്റണം. മാറ്റിയേ മതിയാകൂ. അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. ഇവിടുന്ന് പുറത്ത് ഇറങ്ങട്ടെ ഞാൻ. കണ്ടുപിടിച്ചിരിക്കും ഏത് മറ്റേ മോനായാലും. കാശിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. നീ എന്താ ജോബിൻ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത്? റയാൻ പല്ലുകൾ കടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്ത് പറയാനാണ്? അവൻ ചത്തില്ല, അത്ര തന്നെ, ജോബിൻ അലസമായി പറഞ്ഞു. ചത്തില്ല എന്നല്ല, നീ കൊന്നില്ല, അങ്ങനെ പറയും. ആത്മാർത്ഥ സുഹൃത്ത് മുന്നിൽ നിന്നപ്പോൾ നിന്റെ കൈ വിറച്ചു, അതാ സത്യം. റയാൻ പുച്ഛത്തോടെ ചുണ്ടുപൊട്ടി. ആ അതെ, അത് തന്നെയാ സത്യം. എന്താ നിനക്ക് എന്നെ ചോദ്യം ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? റയാന്റെ കണ്ണുകൾ നോക്കി ജോബിൻ കോപത്തോടെ ചോദിച്ചു. അവന്റെ കണ്ണുകളിലെ കോപം ഒരു വേള റയാനെ ഭയപ്പെടുത്തി. നീ എന്താ ജോബിൻ വഴക്കിടാൻ നോക്കുവാണോ? ഞാൻ അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നിനക്ക് മുന്നിൽ തെളിവ് സഹിതം കാണിച്ചു തന്നില്ലേ ഞാൻ? എന്നിട്ടും നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിനക്കറിയാലോ ആ കൃഷ്ണ നിന്റെ അനിയനെ അവളുടെ വരുതിയിൽ കൊണ്ടുവന്നത് എന്തിനാണെന്ന്? അവന്റെ പേരിൽ നിങ്ങളുടെ തറവാട്ടിൽ കയറിപ്പറ്റാൻ. അവൾ മാത്രമായാൽ കഴിയില്ലെന്ന് തോന്നിയപ്പോഴായും വയറ്റിലൊരു കുഞ്ഞിനെ കൂടി ഉണ്ടാക്കിയത്. ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ലക്ഷ്യം നിങ്ങളുടെ വല്യപ്പച്ചൻ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയും. റയാൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവൻ ജോബിനെ ഇടങ്ങണ്ണിലൂടെ നോക്കുന്നുണ്ട്. അവന്റെ ഭാവം മാറുന്നത് കാണെ റയാന്റെ ചിരിയുടെ മാറ്റുകൂടി. ഇപ്പോൾ അവർ അവരുടെ ലക്ഷ്യത്തിന് അടുത്തെത്തി കഴിഞ്ഞു. ജോബിൻ, ഞാൻ ഇന്നലെ കൃഷ്ണ വിളിച്ചിട്ട് മാണിക്കശ്ശേരി മനയിൽ പോയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ അവൾക്കൊപ്പം നിന്റെ അപ്പൻ ജോൺ സേവിയർ ഉണ്ടായിരുന്നു. എന്ത്? ജോബിൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. അതെ ജോബിൻ, നിനക്ക് വേണമെങ്കിൽ നിന്റെ അപ്പനോട് ചോദിക്കാം എന്തിന് അവിടെ പോയി എന്ന്. ഞാൻ കണ്ടതാണ് ജോൺ സാർ കൃഷ്ണയോടൊപ്പം അവിടെ നിൽക്കുന്നത്. അപ്പൻ എന്തിനവിടെ പോയി? നിന്നെ എന്തിനാ കൃഷ്ണ അങ്ങോട്ട് വിളിച്ചത്? അവളും നീയുമായി എന്താ ബന്ധം? ജോബിന്റെ ചോദ്യത്തിന് മുന്നിൽ റയാൻ ഒന്ന് പതറി. അതറിയില്ല ജോബിൻ. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ജോൺ സാർ അവിടെ നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവളെ കാണാൻ നിൽക്കാതെ അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പോന്നു.
റയാൻ വായിൽ വന്ന കള്ളം എങ്ങനെയൊക്കെയോ പറഞ്ഞു. ജോണിനെ മലയിൽ വെച്ച് കണ്ട കാര്യം പറയാൻ തോന്നിയ നിമിഷത്തെ റയാൻ മനസ്സാൽ പഴിച്ചു. എന്നിട്ട് അപ്പം നിന്നെ കണ്ടോ? ജോബിൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഇല്ല, കണ്ടിട്ടില്ല. അതിന് ജോബിൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ജോബിൻ എന്തോ വീണ്ടും പറയാനായി തുടങ്ങിയപ്പോഴാണ് റയാന്റെ ചെവിയുടെ പിറകിലായി മുറിവ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വന്നപ്പോൾ കണ്ടിരുന്നെങ്കിലും അവനത് കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ അവന്റെ സംസാരത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ. ഇതെന്ത് പറ്റിയതാണ് റയാൻ? അവന്റെ മുറിവിലേക്ക് കൈ ചൂണ്ടി ജോബിൻ ചോദിച്ചു. അത് വീണു. അങ്ങനെ പറ്റിയതാ. റയാൻ വിൽക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് വീണതുപോലെ തോന്നുന്നില്ലല്ലോ. ആരോ അടിച്ചതുപോലെയുണ്ട്. അല്ല, വീണതാ. നിന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല റയാൻ. ഇപ്പോൾ പറഞ്ഞതൊക്കെ പിന്നീട് മാറ്റി പറയേണ്ടി വന്നാൽ അറിയാലോ നിനക്കെന്നെ. പിന്നെ നീ തന്ന തെളിവുകൾ കൊണ്ടാണ് ഞാൻ കാശിയെ വെറുത്തതെന്ന് നിനക്ക് വല്ല ധാരണയും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. അവനെ എന്നിൽ നിന്ന് അകറ്റാനും അവനെ ഞാൻ കുത്താനുമൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും എന്ന് മാത്രം. അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിവ് കയറ്റി വിടാം എന്ന് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ നീ അത് മറന്നേക്ക്. ഒന്നും കാണാതെ നീ എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ഇതിലുള്ള ലാഭം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അതുവരെ മാത്രമേ നിനക്ക് ആയുസ്സുണ്ടാവൂ. അതും കൂടി ഓർത്തോ. അപ്പോൾ ശരി, കാണാം. റയാനെ ഒന്ന് ഇരുത്തി നോക്കി ജോബിൻ പുറത്തേക്ക് പോയി.